എല്ലാ വർഷവും നമ്മൾ മിനിമം ഒരു 2 പ്രാവശ്യമെങ്കിലും ട്രിപ്പ് പോകും കേട്ടോ. അങ്ങനത്തെ ഈ വർഷത്തെ സമ്മർ ട്രിപ്പിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ. ഒരുപാട് കാത്തിരുന്ന ആശിച്ച് മോഹിച്ചു പോകുന്ന ഒരു സ്ഥലമാട്ടോ ഇത്. അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, പെട്ടിയെല്ലാം പാക്ക് ചെയ്ത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് തന്നെ 6 മണിയാകുമ്പോഴത്തേക്കും സൂര്യൻ ഉദിച്ച് മുകളിൽ വരും. അതായത് ഏകദേശം ഒരു 9 മണി പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഡേ ഒക്കെ വളരെ കൂടുതലായതുകൊണ്ട് കറങ്ങാനൊക്കെ ഇഷ്ടം പോലെ സമയവും കിട്ടും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലമൊക്കെ പോകുന്ന വഴിയേ പറയാട്ടോ. സാധനങ്ങളൊക്കെ കയറ്റി വെക്കട്ടെ ഞങ്ങളിനി. അങ്ങനെ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് വെയിൽസിലേക്കാണ്. ഈ വർഷം വെക്കേഷൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ചേട്ടൻ അടുത്ത് പറഞ്ഞിരുന്നു സ്കോട്ട്ലാൻഡ് ഇല്ലെങ്കിൽ വെയിൽസ് പോയാൽ മതി എന്ന്. കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക കണ്ടുപിടിച്ച സ്ഥലമായിരുന്നു നോർത്ത് വെയിൽസിലെ സ്നോഡോണിയ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. നല്ല അടിപൊളിയാണ് കാണാനൊക്കെയാണ്. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. അപ്പം നമുക്ക് കുറച്ച് എന്താ പറയുക സ്നോഡോണിയും അവിടുത്തെ പ്രദേശങ്ങളും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. പിന്നെ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രിപ്പിനകത്ത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് ഏകദേശം ഒരു 5-5.5 മണിക്കൂറുണ്ട് അങ്ങോട്ട്. ഇപ്പോൾ സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്ക് ബ്രേക്കൊക്കെ കൂടി ഒരു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും എത്തും. നമുക്കിപ്പോൾ ഈ പോകുന്ന വഴിക്ക് കാണാം. അപ്പം ഈ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോയിൽ സ്നോഡോണിയും അവിടുത്തെ പ്രദേശങ്ങളും ഒക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ട്രാവലൊക്കെ ചെയ്ത് നമ്മൾ ഏകദേശം 2 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടോ. ഇനി ഏകദേശം 3 മണിക്കൂറുണ്ട്. നന്നായിട്ട് വിശന്ന് തുടങ്ങി. 9 മണിയായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു എവിടെയെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി പോകാമെന്നുള്ളത്. പിന്നെ നല്ല മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പോകുന്ന വഴിക്ക് എങ്ങനെയായിരിക്കും അറിയത്തില്ല. ഇവിടെ ചെന്ന് കഴിയുമ്പോഴും മഴയാണെങ്കിൽ നമ്മുടെ ട്രിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് പാളും. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് വരുന്ന ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ചാറുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഫേസിലേക്കൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവി അങ്ങനെ നടക്കുന്നത്. ചെറിയൊരു തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ജാക്കറ്റൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് കഴിക്കാൻ കയറിയിരിക്കുന്ന മോട്ടോ എന്ന് പറയുന്ന സ്ഥലം. ഇതൊരു എന്താ പറയുക സർവീസ് സ്റ്റേഷൻ എന്ന് പറയും കേട്ടോ. ഇവിടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുട്ടി സ്ഥലങ്ങൾ കാണും. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്ക സർവീസ് സ്റ്റേഷനിലും ഇങ്ങനെ തന്നെയായിരിക്കും. പിന്നെ ചിലയിടത്തൊക്കെ എന്താ പറയുക വിരലിലുണ്ടാകുന്ന കുറച്ചേ കാണത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്മിത്ത്, അതുപോലെ കോസ്റ്റ കോഫി, KFC, പിന്നെ പിസ്സ ഹട്ട്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ബർഗർ കിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ തോന്നില്ലായിരുന്നു. പക്ഷെ വേറെ അങ്ങനത്തെ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഗ്രെക്സിൽ കയറി കുറച്ച് സോസേജ് റോളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ചതൊക്കെ. പിന്നെ അവിടെ കുറച്ച് പ്ലേ ഏരിയൊക്കെ ഉണ്ടായിരുന്നു. അവ കുറച്ച് നേരം അവിടെ കളിക്കുകയും ചെയ്തു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയിട്ടോ. കയറാൻ നേരത്തെ നല്ല മഴയായിരുന്നു. ഇപ്പം നല്ല വെയിലുണ്ട്. പക്ഷേ നല്ല തണുപ്പാട്ടോ. നല്ല കാറ്റുള്ള കാരണം നല്ല തണുപ്പുണ്ട്. അപ്പം നമുക്കിനി പെട്ടെന്ന് വണ്ടി കയറി പോവാം. ഇനി നമുക്ക് ഏകദേശം 3 മണിക്കൂറുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എന്താ പറയുക ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നിടത്ത് ഇങ്ങനെ വന്ന് കയറി കഴിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മളിനി കയറി പെട്ടെന്ന് പോകാൻ നോക്കട്ടെ. അങ്ങനത്തെ ഈ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തെളിഞ്ഞൊരു ആകാശമായതുകൊണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഈ പോകുന്ന വഴികളെല്ലാം കാണാനായിട്ടോ. പ്രത്യേകിച്ച് ഈ ലണ്ടൻ കഴിഞ്ഞ് വെയിൽസിൻ്റെ പാട്ട് തുടങ്ങിയപ്പം ഇത് കണ്ടില്ലേ എത്ര പെട്ടെന്ന് ആ ഭൂപ്രകൃതി മാറിയെന്നറിയാവോ. പിന്നെ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. ഇത്ര പെട്ടെന്ന് നമുക്ക് എന്താ പറയുക പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു കേട്ടോ നമ്മുടെ നേച്ചറിൽ മൊത്തത്തിൽ വന്നുകൊണ്ടിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. വെയിൽസ് എന്ന് പറഞ്ഞാൽ തന്നെ പ്രകൃതി എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാട്ടോ ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം.
അങ്ങനെ നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിത് സ്റ്റേ എടുത്തേക്കുന്ന സ്ഥലത്തെത്തിയിട്ടോ. ഇതിൻ്റെ അകത്തേക്ക് കയറി പോകണം. കുറച്ച് കയറിപ്പോയി കഴിയുമ്പോഴാണ് നമ്മുടെ സ്റ്റേ എടുത്തേക്കുന്ന സ്ഥലമൊക്കെ. നമ്മൾ എയർബിഎൻബി വഴിയാട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കാരവാൻസും കാര്യങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിലൊരു കാരവാനാണ് ബുക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഈ പോകുന്ന വഴിയാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കയറി പോകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട്. നമുക്ക് ഇന്ന് കുറച്ച് നേരം അവിടെ കറങ്ങുകയും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പോയി ഞങ്ങളുടെ കാരവാനും ഇതൊക്കെ കണ്ടുപിടിക്കട്ടെ. ഏകദേശം നാട്ടിലെത്തിയൊരു ഫീലായിരുന്നു കേട്ടോ എനിക്കിവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് ഹോളിഡേ പാർക്ക് എന്ന സ്ഥലത്തെത്തിയായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ വീടിൻ്റെ നമ്പർ അറിയത്തില്ല. പിന്നെ ഇവിടെ നെറ്റ്വർക്ക് ആണെങ്കിൽ ഒട്ടും റണ്ണാവുന്നില്ല. അതുകൊണ്ട് എയർബിഎൻബി ലോഗിൻ ചെയ്ത് നമുക്ക് അതൊന്നും നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ടൗണിലേക്ക് ഇറങ്ങി നമുക്ക് ആൽഡിയിൽ വരെ പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അവിടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നെറ്റ്വർക്കും കിട്ടുമല്ലോ. അപ്പോൾ അതിനുവേണ്ടി പോവാട്ടോ. കുറേ നേരം നമ്മളവിടെ ഒന്ന് ട്രൈ ചെയ്തു ഇത് എവിടെയാ മീൻസ് നെറ്റ് കണക്റ്റ് ആകുമോ നോക്കാം. പക്ഷെ ഒട്ടും ഒരു രക്ഷയില്ലാടോ. അതുകൊണ്ടാണ് നമുക്ക് പോയത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൽജി പോയി സാധനം മേടിച്ചിട്ട് പിന്നെ 2 മണിയാകുമ്പോഴാണ് നമുക്കിവിടെ എന്താ പറയുക ചെക്ക് ഇൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 2 മണി ആയിട്ടുണ്ട്. എങ്കിലും നമ്മൾ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഒരു 3 മണിയൊക്കെ ആവത്തേ ഉള്ളൂ. പെട്ടെന്ന് പോയിട്ട് വരാം. അപ്പം അങ്ങനെ നമ്മൾ സ്റ്റേ ഒക്കെ കണ്ടുപിടിച്ചു കേട്ടോ. ഒരു രീതിയിൽ അവരെ കോൺടാക്ട് ചെയ്ത് സ്റ്റേ ഒക്കെ കണ്ടുപിടിച്ചു. നമുക്ക് സ്റ്റേയിലേക്ക് കയറാം. ഇതാട്ടോ സ്റ്റേ. ഇതൊരു കാരവൻ ടൈപ്പ് സ്റ്റേ ആണ്. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം എന്തൊക്കെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഏകദേശം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഒന്ന് ജസ്റ്റ് നോക്കാം. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാരവാൻ ടൈപ്പിൽ സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തെ സംഭവങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു. അത് കാണാൻ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു കേട്ടോ ഞാൻ. അതുപോലെ തന്നെ എയർബിഎൻബി ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴാണേലും എപ്പോഴും തന്നെ നമുക്ക് കിച്ചൺ എന്നൊക്കെ പറഞ്ഞാലും അതിൻ്റെ അകത്ത് ചിലപ്പോൾ കത്തി കാണത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഡോറ് തുറന്നു നോക്കിയപ്പോൾ നമുക്ക് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഞാൻ റൗണ്ട് അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഡോറ് കണ്ടത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് ഈ ഡോറിൽ കൂടെ തന്നെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ചുറ്റും കാണാൻ നല്ല ഭംഗിയല്ലേ, മൊത്തം ഒരു കാടിൻ്റെ നടുക്കിയിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഈ ഡോറിൽ കൂടെ കയറി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് മനസ്സിലായത്. ഇതിലെ കയറണ്ടായിരുന്നു. കാരണം മഴയൊക്കെ തന്നെ ഞങ്ങളുടെ ഷൂ ഒക്കെ നന്നായിട്ട് ചീത്തയായിട്ടിരിക്കുമായിരുന്നു. കാരണം ഇവിടെ അവർ ഇട്ടിരുന്നത് മാറ്റായിരുന്നു. പിന്നെ ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴായിരുന്നു കേട്ടോ അപ്പുറം ഒരു ഡോറുള്ള കണ്ടത്. പിന്നെ എപ്പോഴും നമ്മൾ പുറത്ത് പോകുന്നതും വരുന്നതും ഒക്കെ ആ ഡോറിൽ കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ക്യാരവാൻ ഒന്ന് കണ്ടാലോ എങ്ങനെയുണ്ടെന്ന്. സ്റ്റേ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ക്യാരവാനൊക്കെ. ആദ്യം തന്നെയുള്ളത് എൻട്രിയിൽ വരുന്നത് ഒരു എന്താ പറയുക ലിവിങ് റൂം പോലെയാണ്. 2 സോഫ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു TV ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ടിപ്പുറേ തന്നെ അവരൊരു എന്താ പറയുക ഒരു ഡൈനിങ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ഒരു ക്യാരവാൻ്റെ അകത്തൊന്ന് ഓർക്കണേ. അത് കഴിഞ്ഞിട്ട് നേരെ ബാക്കിൽ കിച്ചണും ഉണ്ട്. കിച്ചണിലാണെങ്കിലോ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചായപ്പൊടി, പഞ്ചസാര, പിന്നെ കത്തി, കട്ടിംഗ് ബോർഡ്, കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന കബോർഡിൽ ഒരെണ്ണം ഫ്രിഡ്ജായിരുന്നു കേട്ടോ. ഫ്രിഡ്ജിൽ ഈവൻ അവർ പാലും ജ്യൂസും വരെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആദ്യം വന്നത് കഴിക്കാൻ വേണ്ടി. ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ എയർബിഎൻബി ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കാപ്പിപ്പൊടിയൊക്കെ കാണത്തുള്ളൂ. ചിലയിടത്ത് കട്ടിംഗ് ബോർഡും കത്തിയും ഒന്നും കാണാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നേരെ വന്നു കഴിയുമ്പോൾ കിഡ്സ് ബെഡ്റൂം, പിന്നെ ഒരു മാസ്റ്റർ ബെഡ്റൂം ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ 2 ടോയ്ലറ്റും ഉണ്ടായിരുന്നു. അതായത് ഒരെണ്ണം കോമൺ ആയിട്ട് വെളിയിലും ഒന്ന് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. രണ്ടും സെയിം രീതിയിലുള്ള ടോയ്ലറ്റ് ആയിരുന്നു കേട്ടോ. വീടൊക്കെ കണ്ടു ബോധിച്ചു. ഇനി നമുക്ക് നന്നായിട്ട് വിശക്കാൻ തുടങ്ങി കേട്ടോ. ഏകദേശം 3:30-4 മണി സമയമായിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഇനി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇതൊരു ഹോളിഡേ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. ഇങ്ങനെ കുറേ കാരവാൻസും ഇങ്ങനെയുള്ള ഇപ്പോൾ നിങ്ങളുടെ പുറകിൽ കാണുന്ന വീടുകളെല്ലാം ഇങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റുന്ന വീടുകളാട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറേ വീടുകളാണ്. അപ്പം ഇതിൻ്റെ അകത്ത് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളും. അപ്പോൾ നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. എന്നിട്ട് ഇവിടെയൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യുമോ ഇല്ലെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും. കാരണം ഇത്രയും നേരം ട്രാവൽ ചെയ്തിട്ട് വന്നാലും എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് കുറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ട് നാളെ മുതൽ കാണാൻ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് തന്നെയാണെങ്കിലും നടന്ന് കാണാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാട്ടോ ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം കണ്ടത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണേ.
അങ്ങനെ നടക്കുന്ന വഴിക്കാട്ടോ ദേ ഈ ഒരു സ്ഥലം കണ്ടത്. എന്ത് രസമുണ്ടായിരുന്നു എന്നറിയാവോ? ആ ഒരു പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കളർ ഫ്ലവർ കിടക്കുന്നത് എനിക്കറിയത്തില്ല നിങ്ങൾക്ക് വീഡിയോയിൽ ഇത് എത്രത്തോളം ഇതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ വളഞ്ഞ് പിളഞ്ഞ് കിടക്കുന്ന മരങ്ങളിലൂടെ കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു. ഞാനും അവയും കൂടെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ ഇവിടുന്ന്. നല്ല ഭംഗിയില്ലേ? അങ്ങനെ അതെ ഇവിടെ കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ ചെന്ന് റെസ്റ്റൊക്കെ എടുക്കാം. ആർക്കും വെളിയിലേക്ക് പോകാനൊന്നും താല്പര്യമില്ല. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് താല്പര്യപ്പെടുവാണെങ്കിൽ ഇവിടെ തന്നെ ചുറ്റി നടക്കാൻ വേണ്ടി ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു കേട്ടോ ഞാൻ. ഇവിടെയാണെങ്കിലും നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ട്. പിന്നെ വെയിൽസിൽ എല്ലാവരും തന്നെ വരുന്നത് കൂടുതലും നടക്കാനും അങ്ങനത്തെ ടൈമൊക്കെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനാട്ടോ. കാരണം ഇവിടെ കൂടുതലും കാണാനുള്ളത് മലയും കുന്നും കാര്യങ്ങളും ഒക്കെയാട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് റൂമിലേക്ക് പോട്ടെ. അങ്ങനെ വീട്ടിലെത്തിയതേ ഞങ്ങൾ എല്ലാവരും ഓരോരോ സൈഡായിട്ട് പിടിച്ച് റെസ്റ്റ് എടുക്കാൻ തുടങ്ങി കേട്ടോ. ഞാനാണെങ്കിൽ വിസ്തരിച്ച് സോഫയിൽ കിടന്നായിരുന്നു റെസ്റ്റ് എടുക്കുന്നത്. അവയ്ക്കും അജയ് ചേട്ടനും വലിയ രീതിയിലുള്ള മടുപ്പായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അവി ഫുൾ ഓണായിരുന്നു. അവയാണെങ്കിൽ കാർട്ടൂൺ കണ്ട് ഓടി നടക്കുമോ ചാടി നടക്കുമോ ഏതാണ്ടൊക്കെ പരിപാടിയായിരുന്നു കേട്ടോ. അവന് മാത്രം വലിയ ടയർഡുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അജയ് ചേട്ടനാണെങ്കിൽ ലാപ്ടോപ്പിൽ നാളെ എവിടെ പോകാനുണ്ടെന്നോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഗവേഷണം നടത്തുമായിരുന്നു. അങ്ങനെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ കിച്ചണിലേക്ക് കയറിയിട്ടോ കുക്കിങ്ങിന് വേണ്ടി. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഞങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അവിടുത്തെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ടോ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം എൻ്റെ കുട്ടിക്ക് ഒരുപാട് ദിവസം ഈ ബർഗറും കാര്യങ്ങളൊക്കെ തിന്നു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം തൊട്ട് കുട്ടി ചോദിച്ചു തുടങ്ങും ദോശ ഇല്ലെങ്കിൽ ചോറൊക്കെ. അപ്പോൾ അവന് ഭയങ്കര പെട്ടെന്ന് ബോറടിക്കും കേട്ടോ നമ്മുടെ അല്ലാത്ത ഫുഡുകളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ കൂടുതലും ബ്രേക്ക്ഫാസ്റ്റോ ഇല്ലെങ്കിൽ ലഞ്ചോ എന്തെങ്കിലും ഒന്ന് നമ്മളകത്തുനിന്ന് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ വേണ്ടി എപ്പോഴും പ്രിഫർ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയിലും അജയ് ചേട്ടനാണെങ്കിൽ നല്ല ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ അവിയാണെങ്കിൽ കളിച്ച് തിമിർത്ത് നടക്കുമായിരുന്നു. കാരണം പുതിയൊരു വീട്ടിൽ വന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. പിള്ളേർക്കത് കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പം എല്ലാ റൂമിൽ കയറി നടക്കുകയും ഓടിച്ചാടി നടക്കുകയും ഒക്കെയൊക്കെ ആയിരുന്നു അവൻ്റെ പരിപാടികളും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ കുക്കിയിലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയിട്ടോ. ഇവിടെ കുറച്ച് അത്യാവശ്യം കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുമ്മാ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. ഇവിടെ ഒരു ചെറിയ എന്താ പറയുക നമ്മുടെ നാട്ടിൽ ഈ അരുവി ഇല്ലെങ്കിൽ തോടൊന്നും പറയാൻ പറ്റില്ല, ചെറിയൊരു അരുവി പോലത്തെ സ്ഥലമൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം. കുറച്ച് നേരം കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞ അരുവി ഇതായിരുന്നു കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു അരുവികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം ഏകദേശം നമ്മുടെ ഒരു ഇടുക്കി ഭാഗത്തേക്കൊക്കെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇത് മൊത്തത്തിലൊരു കാടിൻ്റെ നടുക്കായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നടക്കുന്ന വഴിക്കാണ് ഞങ്ങളൊരു വാട്ടർഫോൾ എന്ന് എഴുതി വെച്ചേക്കുന്ന സ്ഥലം കണ്ടത്. എന്നാൽ പിന്നെ പോയി നോക്കാം എന്താണെന്നുള്ളത് അറിയാലോ. പിന്നെ ഈ വാട്ടർഫോൾ കാണുമ്പം നിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണുന്ന വലിയ വാട്ടർഫോൾ എന്നൊന്നും ഉദ്ദേശിക്കില്ല. ഒരു കുട്ടി വാട്ടർഫോളാട്ടോ. പക്ഷെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു കുഞ്ഞു വാട്ടർഫോളാട്ടോ ഇവിടെ കാണാനുള്ളത്. നടക്കാൻ കുറച്ചുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്ന് വാട്ടർഫോളിലെത്തി. ഒരു കുഞ്ഞു വാട്ടർഫോൾ അതിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് വീഡിയോ എടുക്കാനുള്ള കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെയും പോളിലേക്ക് കുറേ വഴികളുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് ആ വഴിയൊക്കെ ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ 3 പേരും കൂടെ നടന്നു കേട്ടോ. അതായത് ഇതല്ല വാട്ടർഫോള്, ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതല്ല വാട്ടർഫോള്, ഇനി മുകളിൽ ചെന്ന വലിയ വാട്ടർഫോള് കാണാമെന്നുള്ള വിചാരത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോയി കുറേ ചെന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു ഐറ്റം കണ്ടത്. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഈ പണ്ട് കാലത്തുള്ള ആൾക്കാരൊക്കെ താമസിച്ചുകൊണ്ടിരുന്നതാണോ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ഇവിടെ ഉള്ളവർ ഇനി ഇങ്ങനെ വല്ലതും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വല്ലതും ഉണ്ടാക്കി വെച്ചതാണോ എന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇവിടെ കുറേ ഷീപ്പിൻ്റെ ഷീപ്പ് ഫാംസ് ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ഷീപ്പുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നത്, ഇല്ലെങ്കിൽ കൗവ്, അങ്ങനെ കൂടുതലും ഫാമേഴ്സാണെന്ന് തോന്നുന്നത്. അപ്പോൾ അതുങ്ങൾക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സാധനങ്ങളാണോ എന്താണെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. അങ്ങനെ നടന്ന് ഞങ്ങൾ വാട്ടർഫോൾ കാണാൻ ചെന്നെത്തിപ്പെട്ടത് ഇങ്ങനൊരു സ്ഥലത്തായിരുന്നു. ഇതിൻ്റെ അപ്പുറേ ഒരു പുള്ളിയുടെ വീടും പുള്ളിയുടെ ആടുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോളും ഒക്കെ കഴിഞ്ഞ് കുറേ നേരം നടക്കുകയും ചെയ്തു കേട്ടോ. നടന്നെല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു. കുറച്ച് ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനി പെട്ടെന്നൊന്ന് കുളിച്ചിട്ട് നന്നായിട്ട് പോയിന്ന് കിടന്നുറങ്ങണം. കാരണം നാളെ കുറേ പരിപാടികളുള്ളതാണ്. അപ്പം അജയ് ചേട്ടനും കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും കുളിച്ചിട്ട് പെട്ടെന്ന് പോയി കിടക്കട്ടെ. അപ്പം എൻ്റെ ഒരു കുട്ടി വീഡിയോ ഇന്നത്തെ. ഇനി നാളെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എൻ്റെ ഈ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ബൈ.